Hi students. So, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജേണൽ എന്താണ്, ജേണലിന്റെ ഓരോ കാര്യങ്ങളൊക്കെ. ഇനി നമ്മളുള്ളത് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക്. ഓക്കെ, ഇത് നമ്മുടെ എക്സാമിനേഷനുള്ള 50% വരുന്നത് നമ്മുടെ എക്സാമിനേഷൻ വരുന്നുള്ള ഒരു പോർഷൻ. സോ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ റിലേഷൻ. ഇപ്പൊ നോക്കിക്കോ, ലെഡ്ജർ എന്താ ലെഡ്ജർ? നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ എഴുതുന്നത്? സ്റ്റേറ്റ് മീനിങ്, ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജർ. എന്താണ് ലെഡ്ജർ എന്നുള്ള മീനിങ്, അതുപോലെ തന്നെ ലെഡ്ജറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്താണ്, എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, ശരി. എനൂമറേറ്റ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ലെഡ്ജർ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് പോസ്റ്റിംഗ്. എന്താണ് പോസ്റ്റിംഗ്? അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഓഫ് പോസ്റ്റിംഗ് ജേർണൽ ടു ലെഡ്ജർ. ജേർണലിൽ നിന്നും ലെഡ്ജറിലോട്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ദ ബാലൻസ് ഓഫ് അക്കൗണ്ടിങ് ഇൻ ലെഡ്ജർ. അതുപോലെ തന്നെ നമ്മൾ ഒരു ലെഡ്ജറിന്റെ അവസാനം എങ്ങനെയാണ് അതിന്റെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, ലെഡ്ജർ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം. എന്താണ്? ഈച്ച് ട്രാൻസാക്ഷൻ അസിസ്റ്റ് ടു അക്കൗണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു അക്കൗണ്ട്സ്. ഇൻ ഈച്ച് അക്കൗണ്ട് ട്രാൻസാക്ഷൻ റിലേറ്റഡ് അക്കൗണ്ട് ആർ റെക്കോർഡ്. അല്ലെ, നമ്മൾ പറഞ്ഞ ഏതൊരു ട്രാൻസാക്ഷനും മിനിമം രണ്ടെണ്ണത്തിലേക്ക് അഫക്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെയിൽസ് ഓഫ് ഗുഡ്സ് പ്ലേസ് നമ്പർ ഓഫ് വിൽ ബി അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ഒരു സെയിൽ നടക്കുകയാണെങ്കിൽ ക്യാഷിന് പഠിക്കുകയാണെങ്കിൽ സെയിൽസിനും അത് എന്ത് അഫക്ട് ചെയ്യും? ക്യാഷിനെ അഫക്ട് ചെയ്യും. സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഭവം നടക്കുന്നു, അതുപോലെ തന്നെ ക്യാഷ് സംഭവിക്കുകയാണ്, ക്യാഷ് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജർ ഈസ് ഫോം ബുക്ക് വിത്ത് പേജസ് കോൺസ്റ്റന്റ്ലി നമ്പർ ഇതിനെ വായിച്ച് ബണ്ടിൽ ഓഫ് ബുക്ക്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ബണ്ടിൽ ഓഫ് ബുക്കാണ്, ഒരു കുറച്ച് ബുക്കാണ്. എന്ത് ബുക്കാന്നുള്ളത് നമ്മൾ വഴി കാണിച്ചു. ഓക്കെ, ledger is a book account in which all type of accounting relating to asset, liability, capital, expense and revenues are maintained. It is completely set of accounts of business expense. നോക്കട്ടെ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജേണൽ എന്ന് പറയുന്നുണ്ടോ കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ടാവും, ഇങ്ങനെ കുറേ എൻട്രീസ് ഉണ്ടാവും. അപ്പൊ ഈ എൻട്രീസ് ഉപയോഗിച്ച് നമുക്ക് ശരിക്കും ഇതിനൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതിനൊരു അനലൈസിസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലൊരു ഇങ്ങനെ സെറവറാന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇതിനൊന്നുകൂടെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ശരിക്കും ആ ഗ്രൂപ്പ് ചെയ്ത ബുക്കിനെയാണ് നമ്മൾ പറയുന്നത് ലെഡ്ജർ എന്ന്. ഇനി നമ്മൾ അതിന്റെ പ്രോസസ് ചെയ്ത് നമുക്ക് നോക്കാം. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ലെഡ്ജർ? ലെഡ്ജറിന്റെ പ്രത്യേകതകൾ. ലെഡ്ജർ ഇസ് an account book. അക്കൗണ്ട് ബുക്കാണ് ദാറ്റ് കണ്ടെയ്ൻസ് വേരിയസ് അക്കൗണ്ട്സ് ഫീച്ചേഴ്സ് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രോസസ്. എന്താണ് ദാറ്റ് കണ്ടെയ്ൻസ് വേരിയസ് അക്കൗണ്ട്സ്? പല പല അക്കൗണ്ട്സുകൾ ഉണ്ടാവും. വിത്ത് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ദ എന്റർപ്രൈസ്. പല പല ബിസിനസ്സുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. It is a book of final entry because transactions are first entered in the journal. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? ജേണലിലാണ്. then special process are finally posted ledger. പിന്നെ അത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും. ആദ്യം ജേണലിൽ റെക്കോർഡ് ചെയ്യും, പിന്നെ അത് ലെഡ്ജറിലോട്ട് പോസ്റ്റ്. Is also called principal book of accounts. ഇതാണ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ഇതിന്റെ മറ്റൊരു പേരാണ് ചിലപ്പോൾ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് പേരാണ്. In ledger, all types of accounting related assets, liability, capital, revenue are expense are made. ലെഡ്ജർ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ലെഡ്ജസ് ഒക്കെ എന്ത് ചെയ്യും? എല്ലാത്തിനും ഓരോ ലെഡ്ജർ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യും. ഈസ് പെർമനന്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ കാശുകളിൻ്റെ വിലയുണ്ടാവും. എന്ന് പറയുന്നത് പെർമനന്റ് ട്രാൻസാക്ഷൻസ് ആണ്. ഇത് നമ്മൾ ഇതാണ് നമ്മുടെ പെർമനന്റ് റെക്കോർഡ്, നമ്മുടെ മെയിൻ റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലെഡ്ജറാണ്. ഓക്കെ, it is the reference book of accounting system is used to classify, summarize internal transactions, specific financial statements. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ബേസ് ആയിട്ട് അതിന്റെ നമ്മുടെ ഡാറ്റ കിട്ടുന്നത് എവിടെ നിന്ന്?
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള വഴി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഫോർമാറ്റ് ഓഫ് എ ലെഡ്ജർ. സോ നോക്കിക്കോ, ഇതെന്ന് പറയുന്നത് നമ്മളെ ജേണലിന്റെ ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ജേണലിന്റെ ഫോർമാറ്റ് നടക്കും. അപ്പോൾ നോക്കിയ ലെഡ്ജറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈറ്റിൽ ഓഫ് ആൻ അക്കൗണ്ട്. ഏത് അക്കൗണ്ട് ആണ്? ക്യാഷ് അക്കൗണ്ട് ആണോ, സെയിൽ അക്കൗണ്ട് ആണോ, സെയിൽ റിട്ടേൺ അക്കൗണ്ട് ആണോ, പർച്ചേസ് അക്കൗണ്ട് ആണോ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, ഏത് കൈൻഡ് ഓഫ് അക്കൗണ്ട് ആണെന്നുള്ളത് ആദ്യം ഒരു ഹെഡിങ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഡേറ്റ് ഉണ്ടാവും, പെർട്ടിക്കുലേഴ്സ്, നമ്മുടെ ജേണലിന്റെ ഫോർമാറ്റ് തന്നെ. ജേണലിൽ എന്തുണ്ടായിരുന്നു? ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു. അതായത് ലെഡ്ജറിന്റെ നമ്പറിന്റെ സപ്പോസ് ലെഡ്ജറിൽ എത്ര പേജിലാണ് നടക്കുന്നത്. ഇവിടെ ജേണൽ ഫോളിയാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാണ്. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ജേണലിൽ നോക്കിയിട്ടാണ് നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ജേണൽ JF എന്ന് പറയുന്നത്. പിന്നെ എമൗണ്ട് ഉണ്ടോ? ഇത് നോക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഉണ്ടോ? ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് ഉണ്ടോ? സെയിം റിപ്പീറ്റേഷൻ ഇവിടെയും വരുന്നു. ഉണ്ടോ? അപ്പുറത്തെ റിപ്പീറ്റേഷൻ തന്നെ വരുന്നു. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ. ഇതിന്റെ ജസ്റ്റ് ഒരു റെപ്ലിക്കേഷൻ അല്ലട ഇവിടെ. ഉണ്ടോ? ഇതിന്റെ അതേ സെയിം അല്ലട ഇത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒന്നാമത്തത്, രണ്ടാമത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് ഡെബിറ്റ് സൈഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് ക്രെഡിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് എന്താ? ഇത് നമ്മുടെ റൈറ്റ് സൈഡ്, ഇത് നമ്മുടെ റൈറ്റ് സൈഡ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജർ? ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? It contains it contains all accounts in which all the transactions of history are classified. ഈ ലെഡ്ജറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ പറയാം, സെയിൽസിന്റെ ട്രാൻസാക്ഷൻ വേറെ നമ്മൾ ക്ലാസ് ചെയ്യും, സെയിൽസ് റിട്ടേൺ നമ്മൾ വേറെ ക്ലാസ് ചെയ്യും, പിന്നെ പർച്ചേസ് നമ്മൾ വേറെ ക്ലാസ് ചെയ്യും, പർച്ചേസ് റിട്ടേൺ നമ്മൾ ക്ലാസ് ചെയ്യും. ഇപ്പോൾ വേറൊരാളുണ്ടെന്ന് വിചാരിക്കും, അതുപോലെ തന്നെ കുറെ അക്കൗണ്ട്സ് ഉണ്ടാവും, പേഴ്സണൽ അക്കൗണ്ട്. അതായത് കുറെ ആൾക്കാർക്ക് പൈസ എടുക്കുന്നുണ്ടാവും. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മളെ ലെഡ്ജേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ നമ്മളത് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് ലെഡ്ജേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് നോളജ് ഓഫ് ദി ബിസിനസ്, അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. ലെഡ്ജർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഡീറ്റെയിൽ ഓഫ് ഇൻഫർമേഷൻ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് വൺ പ്ലേസ്. എത്ര റവന്യൂ നമുക്ക് കിട്ടി, അതുപോലെ തന്നെ എത്ര എക്സ്പെൻസ് നമുക്ക് ഉണ്ടായി എന്നുള്ളതിനെ പറ്റി ഐഡിയ തരും? ലെഡ്ജർ ഐഡിയ തരുന്നു. While finding out business result, revenue and expense are matched with each other. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു പീരിയോഡിക്കൽ കൺസെപ്റ്റ്. എന്താ പീരിയോഡിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? 1 ഇയറിൽ നമ്മൾ ഏത് ഇയർ ആണോ കൺസെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഇയറിലെ അക്കൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ആ ഇയറിലെ എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻകം എന്തായിരിക്കണം? മാച്ച് ആയിരിക്കും. സോ അതിന് ആര് ഹെൽപ്പ് ചെയ്യും? ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നത്. നോളജ് ഓഫ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. ലെഡ്ജർ റെക്കോർഡ്സ് എവറി അസറ്റ് സെപ്പറേറ്റ്ലി. ലെഡ്ജറിന്റെ ഓരോ അസറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനത്തെ ആ മെഷീന് സെപ്പറേറ്റ് ലെഡ്ജർ. ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക, ആ കാറിന് സെപ്പറേറ്റ് ലെഡ്ജർ. അപ്പൊ ആ ലെഡ്ജർ നോക്കിയാൽ മനസ്സിലാവും ആ അസറ്റിന്റെ അവസ്ഥ ഉണ്ടാവും, എത്ര രൂപക്കാണ് വെച്ചത്, ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പൊ ആ ലെഡ്ജർ നോക്കി എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്താ പറയാ. അപ്പൊ വാല്യൂ ഓഫ് അസറ്റ് കാണാൻ വേണ്ടി you can get the information about book value of asset wherever. അപ്പൊ ആ ബുക്ക് നോക്കിയാൽ എത്ര രൂപക്കാണ് നമ്മൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് യൂസ്ഫുൾ ഫോർ ദ മാനേജ്മെന്റ്. ദ ഇൻഫർമേഷൻ ഗിവൺ ഡിഫിക്കൽട്ട് ലെഡ്ജർ അക്കൗണ്ട് വിൽ ഹെൽപ്പ് ദ മാനേജ്മെന്റ് പ്രിപ്പയർ ദ ബഡ്ജറ്റ്. അതുപോലെ തന്നെ മാനേജ്മെന്റിന് എന്ത് ചെയ്യും? ഭാവിയിൽ നമുക്ക് എന്താ പറയാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെയാണ് അടുത്തൊരു വർഷത്തേക്ക് പ്ലാൻ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ലെഡ്ജർ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ദ മാനേജ്മെന്റ് കീപ് the check of the performance of business management. Business management performance check ചെയ്യാനും help ചെയ്യും. പിന്നെ knowledge of financial position. Okay, ledger provides the information about the assets and liabilities of the business. എന്ത് ചെയ്യും?
അസറ്റിന്റെയും ലയബിലിറ്റീസിനെയും പറ്റിയിട്ടുള്ള എന്താ പറയും ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഒരു ഐഡിയ തരും. ഫ്രം ദിസ് വി ക്യാൻ ജഡ്ജ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻഡ് ഹെൽത്ത് ഓഫ് ബിസിനസ്. അതുപോലെ തന്നെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത്, അതിന്റെ ഹെൽത്ത് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻസ്റ്റന്റ് ഇൻഫർമേഷൻ. ബിസിനസ് ആൾവേസ് നീഡ് ടു നോ ഹൗ ടു ദ ഓണേഴ്സ് ആൻഡ് അതേഴ്സ് ആൻഡ് ഓ ടു ദ ലെഡ്ജർ അക്കൗണ്ട് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ടു ദ glance through the accounting, receivable and payable. പൈസ എത്ര കിട്ടാനുണ്ട്, ബിസിനസ്സിന് എത്ര പൈസ കിട്ടാനുണ്ട്, ബിസിനസ്സിന് എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ എപ്പോഴും ഓണേഴ്സിന് അറിയേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഓണേഴ്സിന് അറിഞ്ഞാലേ ബിസിനസ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്, ലെഡ്ജേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് കൊടുക്കാനുണ്ട്, എത്ര രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ഇമ്പോർട്ടൻസ്? ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, നോളജ് ഓഫ് ബിസിനസ് റിസൾട്ട്, ബിസിനസ് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പിന്നെ നോ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ ബുക്ക് വാല്യൂ അറിയാം. യൂസ്ഫുൾ ഫോർ മാനേജ്മെന്റ് എളുപ്പമാക്കും കാര്യങ്ങൾ. പിന്നെ നോ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇൻഫർമേഷൻ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനും അത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്താണ് ടൈപ്സ് ഓഫ് ലെഡ്ജർ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സാ? അസറ്റ് ലെഡ്ജർ ഉണ്ട്, ലയബിലിറ്റീസ് ലെഡ്ജർ ഉണ്ട്, റവന്യൂ ലെഡ്ജർ ഉണ്ട്, എക്സ്പെൻസ് ലെഡ്ജർ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ലെഡ്ജർ ഉണ്ട്, ക്രെഡിറ്റർ ലെഡ്ജർ ഉണ്ട്, ജനറൽ ലെഡ്ജർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈപ്പ് ഓഫ് ലെഡ്ജർ. ഫസ്റ്റ് ലെഡ്ജർ എന്താ? അസറ്റ് ലെഡ്ജർ. ഫസ്റ്റ് ലെഡ്ജർ എന്താ? അസറ്റ് ലെഡ്ജർ. അസറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു അസറ്റ് ഓൺലി. എക്സാമ്പിൾ മെഷീനറി അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, ഫർണിച്ചർ. എല്ലാ അസറ്റിനും നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ മെഷീനറിക്കാണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ലെഡ്ജർ. ഓക്കെ, ഇപ്പോൾ ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് അസറ്റ് അല്ലേ, ഇപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. ഫർണിച്ചറിനൊക്കെ ഇനിയിപ്പോൾ അതുപോലെ കാർ ഉണ്ടെങ്കിൽ കാർ, ഇനി ബുള്ളറ്റ് ഉണ്ടെങ്കിൽ ബുള്ളറ്റ്. എല്ലാ അസറ്റിനും നമ്മൾ സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ട്. ലയബിലിറ്റീസ് അക്കൗണ്ട്. ലയബിലിറ്റീസ് കണ്ടെയ്ൻ അക്കൗണ്ട് വേരിയസ് ലയബിലിറ്റീസ്. ഇനി ലയബിലിറ്റീസ് അക്കൗണ്ട്. ലയബിലിറ്റീസ് അക്കൗണ്ടിൽ ഒന്നാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓണറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓണർ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും അതിലുണ്ടാവും, അതിലുണ്ടാവും. പിന്നെ ലോൺ അക്കൗണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ ആ ലോൺ അക്കൗണ്ട്. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാലും കൈൻഡ് ഓഫ് ഒരു ലോൺ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്താണ് റവന്യൂ ലെഡ്ജർ. റവന്യൂ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടോൺസ് റവന്യൂ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ സെയിൽസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. സെയിൽസ് അക്കൗണ്ട് അല്ലെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട്, കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും, കമ്മീഷൻ നമ്മുടെ വരുമാനം. ഇപ്പൊ റെന്റ് റിസീവ്ഡ് അക്കൗണ്ട്, റെന്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്, ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റവന്യൂ അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ്. കാരണം ഇതൊക്കെ നമ്മുടെ എന്താണ്, പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ആണ്, നമ്മുടെ ഇൻകം ആണ്. ഓക്കെ, അതാണ് എക്സ്പെൻസ് ലെഡ്ജർ. എക്സ്പെൻസ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജർ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ലെഡ്ജർ. എന്താണ്? വേജ് അക്കൗണ്ട്. വേജ് എന്ന് പറഞ്ഞാൽ എന്താ? വേജ് പറഞ്ഞാൽ കൂലിയില്ലേ, കൂലിയാണ് വേജ് അക്കൗണ്ട്. റെന്റ് പെയ്ഡ് അക്കൗണ്ട്, റെന്റ് കൊടുക്കില്ല, റെന്റ് കൊടുത്ത അക്കൗണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട്. അതേപോലെ തന്നെ ഓരോ കൈൻഡ് ഓഫ് എക്സ്പെൻസിനും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലെഡ്ജേഴ്സ് ഒക്കെ ഓപ്പൺ. ഇനി എന്താ ഡെപ്റ്റേഴ്സ്? ഡെപ്റ്റേഴ്സ് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ ഡെപ്റ്റേഴ്സ്. നമുക്ക് പൈസ തരാം, ബിസിനസ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കും. ആ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ടാണ് എന്ത്, ഡെപ്റ്റേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് അക്കൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതിൽ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽസ്, ട്രേഡ് ഡെപ്റ്റേഴ്സ്, ബിസിനസ്. എന്ത് ട്രേഡ് ഡെപ്റ്റേഴ്സ് എങ്ങനെ വരാനുള്ളത്? ട്രേഡ് ചെയ്തിട്ട് ഒരു ബിസിനസ് സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടാനുള്ള പൈസ ഉള്ള ആൾക്കാരെ പറയുന്നവരാണ് ഡെപ്റ്റേഴ്സ്. Okay. Individuals from the institution who goods or service are sold on credit by business, the trader, debtors of the business. ഇത് എല്ലാവർക്കും സെപ്പറേറ്റ്. ഇപ്പൊ നമ്മളേക്കൊന്ന് ഇപ്പോൾ ഒരു അനിൽ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളേക്കൊന്ന് കടത്തിന് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ഇതാക്കി. ഇപ്പൊ ബഷീർ എന്ന് പറഞ്ഞ വേറെ ഒരാൾ നമ്മളേക്ക് ഗുഡ്സ് കടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ലെഡ്ജർ. കാരണം അയാളെ പറ്റിയുള്ള റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ അറിയുന്നു. ഓക്കെ, അപ്പൊ ആ ബഷീർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ലെഡ്ജർ എടുത്ത് വെച്ച് മനസ്സിലായി ബഷീർ എത്ര തന്നു, എത്ര കിട്ടി, എത്ര വന്നു, എത്ര കിട്ടി, എത്ര എല്ലാം
ഓഫ് ലെഡ്ജർ. ഇനി അടുത്താണ് ക്രെഡിറ്റ് ലെഡ്ജർ. ക്രെഡിറ്റ് ലെഡ്ജർ നമ്മൾ പൈസ എടുക്കാം, നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, പലയിടത്തുനിന്ന് പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്തിട്ട് പൈസ നമ്മൾ കൊടുക്കാനുണ്ട്, ആ കൊടുക്കാനുള്ളതാണ് എന്ത് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രേഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറേ സപ്ലൈസ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പൊ എ എന്ന് പറഞ്ഞ സപ്ലയർ ഉണ്ട്, ബി എന്ന് പറഞ്ഞ സപ്ലയർ ഉണ്ട്, സി എന്ന് പറഞ്ഞ സപ്ലയർ ഉണ്ട്. അപ്പൊ നമ്മൾ എക്ക് ഒരു ലെഡ്ജർ വിൽക്കാനും ബിക്ക് ഒരു ലെഡ്ജർ വിൽക്കാനും സിക്ക് ഒരു ലെഡ്ജർ വിൽക്കാനും. എന്നിട്ട് നോക്കാം എയുടെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എ എത്ര രൂപ തരാം, എത്ര രൂപ എത്ര രൂപയുടെ പർച്ചേസ്, ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ബി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ബിക്ക് എത്ര കൊടുക്കണം. അപ്പൊ അതാണ് അതിന്റെ പ്രോസസ്. എന്താണ് ജനറൽ ലെഡ്ജർ? It contains all those accounts which are not covered under any of the types of ledger. For example, landlord ledger, prepaid insurance. ഇപ്പൊ ആ പറയാത്ത ലെഡ്ജേഴ്സ് ഒക്കെ വരാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞ കാറ്റഗറി ലെഡ്ജേഴ്സിൽ ഉൾപ്പെടും. ഓക്കെ, ബുക്കിംഗ് ഇത് ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട്, ജസ്റ്റ് നോക്കണം. ബുക്ക് കണ്ടെയ്ൻ അക്കൗണ്ട്, അസറ്റ് ലെഡ്ജർ, പേജസ് നമ്പേഴ്സ് ഓഫ് എ ലെഡ്ജർ, ഫോളിയോ അല്ലേ, പേജസ് നമ്പർ ഫോളിയോ. പിന്നെ എന്തായിരുന്നു, ബുക്ക് കണ്ടെയ്ൻ അക്കൗണ്ട്, ഓക്കെ, ലോൺസ് കണ്ടെയ്ൻ ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര, ലയബിലിറ്റി ലെഡ്ജർ. പിന്നെ മിഷനറി അക്കൗണ്ട് എന്നൊക്കെ എന്തായിരുന്നു, അസറ്റ് ലെഡ്ജർ. ഇനി ബുക്ക് കണ്ടെയ്നിങ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ സെയിൽസ് കമ്മീഷൻ, അതെന്താ റവന്യൂ ലെഡ്ജർ. പിന്നെന്താ ഓവർ ഡ്രാഫ്റ്റ്, അത് ലയബിലിറ്റി. റെന്റ് പേയ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ലെഡ്ജർ. ഓക്കെ, ഇനി ഏതാ ഫോളിയോ കിട്ടി. ഇനി ഏതാ ഇത് തന്നെ ബുക്ക് കണ്ടെയ്ൻ. ഓക്കെ, ഇനി പോസ്റ്റിംഗ് ഓഫ് ജേണൽ പ്രോപ്പർ ഇൻടു ലെഡ്ജർ. ഇനി ജേണലിൽ നിന്നും നമ്മുടെ ലെഡ്ജറിലോട്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്യാൻ. അതിന്റെ ഓരോ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 5 സ്റ്റെപ്പ്. ഫസ്റ്റ്, അക്കൗണ്ട് ഐഡന്റിഫൈ ദ ബോത്ത് അക്കൗണ്ട്സ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഏതിനെ ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ ജേണൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓപ്പൺ ടു ദ അക്കൗണ്ട്. ഓക്കെ, രണ്ടിനും അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജേണൽ എൻട്രി എഴുതി, ഇപ്പോൾ പർച്ചേസ് ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ക്യാഷിനെ കുറിച്ച് ക്യാഷ് എത്ര 1 lakh ആണ് വിചാരിച്ചത്. ഇത് നമ്മൾ ജേണൽ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 അക്കൗണ്ട് ഉണ്ട്, ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ രണ്ടിനും ഒരു ലെഡ്ജർ തുറക്കും. ലെഡ്ജറിന്റെ സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ ഫോർമാറ്റ്. പെർട്ടിക്കുലേഴ്സ്, ഇവിടെ ഡേറ്റ്, പിന്നെ ഇവിടെ ലെഡ്ജർ ഫോളിയോ വേണം, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, ഇതാണ് ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇവിടെ ഡെബിറ്റ് ഉണ്ടാവും, ഇവിടെ ക്രെഡിറ്റ് ഉണ്ടാവും. ഓക്കെ, ലെഡ്ജർ ഫോളിയോ വേണമെന്നില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. എക്സാമിന് തന്നെ ലെഡ്ജർ ഫോളിയോ എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഡേറ്റ് ഇട്ട് ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇടാണെങ്കിൽ 25/1/2025. ഓക്കെ, സോ നോക്കിക്കോ. ഇപ്പോൾ ഇവിടെ പർച്ചേസ് എന്താ പറയുക, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഞാൻ നോക്കണം, ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പർച്ചേസ് അക്കൗണ്ട് ആക്കാം. ഇതെന്താക്കാം, പർച്ചേസ് അക്കൗണ്ട്. ഇതാണ് ലെഡ്ജർ. ഇതിൽ എന്തിനു മാത്രമേ എഴുതുള്ളൂ, ജസ്റ്റ് ഏകദേശം ജേണൽ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഇത് നമ്മൾ ലെഡ്ജറിനെ വിളിക്കും. ഇത് വേറൊന്ന്, ഇത് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്. ഇത് നമുക്ക് ക്യാഷ് ലെഡ്ജറാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, രണ്ടിനും ഓരോ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് നോക്കുക, പോസ്റ്റ് ഐറ്റം ഇൻ ദ ഫസ്റ്റ് അക്കൗണ്ട് ബൈ റൈറ്റിംഗ് ഡേറ്റ് ഇൻ ദ ഡേറ്റ് ഓൺ കോളം. പിന്നെ അക്കൗണ്ട് ക്രെഡിറ്റ് പെർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് ആയത് കഴിഞ്ഞ. പിന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ആരെ ഡെബിറ്റ് ചെയ്തത്, പർച്ചേസിനല്ലേ, പർച്ചേസ് അല്ല നമ്മൾ ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോ. അപ്പോൾ അങ്ങനെ ഡെബിറ്റ് ചെയ്യണം, മറ്റേത് ക്രെഡിറ്റ് ചെയ്യണം. റൈറ്റ് ദ പേജ് നമ്പർ ഓഫ് ജേണൽ. ജേണലിന്റെ പേജ് നമ്പർ എഴുതണം ലെഡ്ജറിൽ. ഏത് കോളത്തിൽ, ലെഡ്ജർ ഇൻ ഫോളിയോ. ഓക്കെ, അതായത് ജേണലിന്റെ അടുത്തിൽ എത്രാമത്തെ പേജിനാണ് ലെഡ്ജർ ഉള്ളതെന്ന് വെച്ചാൽ ആ ലെഡ്ജറിന്റെ നമ്പർ അവിടെ എഴുതണം. എന്നാലും നമുക്ക് പിന്നീട് വായിക്കാം. ഓക്കെ,
അതുപോലെ തന്നെ ലെഡ്ജറിൽ ജേണൽ ഫോളിയോ ഉണ്ടാവും. അപ്പോൾ ജേണലിൽ എത്ര ആൾക്ക് എൻ്റർ ചെയ്യണോ അത് ഇവിടെ എഴുതുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എക്സാമിനേഷൻ. ഓക്കെ, ഇത് എന്തിനാ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. നോ ടേക്ക് ദ സെക്കൻഡ് അക്കൗണ്ട് ആൻഡ് ഗിവ് ദ സിമിലർ ട്രീറ്റ്മെന്റ്. അങ്ങനെ രണ്ടാമത്തെ അക്കൗണ്ട് എടുക്കുക, സിമിലർ ട്രീറ്റ്മെന്റ്. ഇനി നോക്കട്ടെ, ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കണമെന്നൊന്നുമില്ല. ബൈ ഇല്ലുസ്ട്രേഷൻ നമ്മളിത് കറക്റ്റായിട്ട് പഠിക്കും. അത് ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. സാധാരണ ഇത് ട്രാൻസാക്ഷൻസ് ഉണ്ട് ജേർണലൈസ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ കാരണം നമ്മൾ ഒരുപാട് തവണ നോക്കാം. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാപിറ്റലാണ് 50,000, ക്യാഷ് ആണ്. അപ്പോൾ എത്ര ഉണ്ടാവും? എന്തായിരിക്കും ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ എത്ര? 50,000. പേഡ് ഇൻ ടു ബാങ്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രീസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തേത് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലോട്ട് എന്ത് ചെയ്തു, 25,000 കൊടുത്തു. എങ്ങനെ വെച്ചാൽ എന്താ, ബാങ്ക് കൂടി ക്യാഷ് എടുക്കും. ഇത് ഈ എൻട്രി നോക്കാം. ഇവിടെ നോക്കടാ, ഇതൊന്നുമില്ല, ജസ്റ്റ് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി തരാം. അപ്പൊ നോക്കടാ, ഇവിടെ ബാങ്ക് കൂടി ക്യാഷ് കുറഞ്ഞു. അപ്പൊ നോക്കടാ, ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ക്യാഷ്. ഓക്കെ, ഇതിനെ നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയാം. നമ്മൾ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഈ ഇല്ലുസ്ട്രേഷൻ വന്നൊന്ന് ചെയ്ത് നോക്കണം. അതിന്റെ ബേസിസിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം, എന്ത് ചെയ്തൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിക്കോ. സോ അപ്പൊ ഇല്ലുസ്ട്രേഷൻ 1 നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കണം ഇവിടെ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വളരെ തിയറിയിൽ ലെങ്ത് ആയിട്ട് പറഞ്ഞത്. നമ്മൾ അതിന്റെ ആ തിയറി പാർട്ടിലോട്ടൊന്നും വേണ്ട. ബൈ പ്രാക്ടിക്കൽ എങ്ങനെയാണ് ഇത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നോക്കിക്കോ, ഇതാണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 1 ചെയ്തിട്ടുണ്ടാവും. എന്നാലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 1 നമ്മൾ സെയിം ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്കറിയാത്ത ഒന്നുമില്ല അതിൽ. പിന്നെ എന്ത് ചെയ്തു, മൂന്നാമത്തെ എൻട്രി ഉണ്ടോക്കടാ, പർച്ചേസ് ഓഫ് ഫർണിച്ചർ ചെയ്തു, പർച്ചേസ് ഓഫ് ഗുഡ്സ്, പെയ്ഡ് ഫോർ കാരേജ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ക്യാഷ് സെയിൽസ്, സോൾഡ് ഗുഡ്സ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ എൻട്രീസ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, മനസ്സിൽ പറഞ്ഞത്. എന്നിട്ട് ഇത് ആൻസർ ആയിട്ട് കറക്റ്റ് അല്ലേ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ കഴിഞ്ഞാലോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഈ ഇല്ലുസ്ട്രേഷൻ ഇപ്പൊ ഇങ്ങനെ എഴുതിയ നമ്മൾക്ക് ജേണലിന്റെ ഒരു ബുക്ക് ഉണ്ടാവും. ഇനി നമ്മളിത് ലെഡ്ജറിലോട്ട് പോകും. അപ്പൊ എങ്ങനെയാണ് ലെഡ്ജറിലോട്ട് പോകുന്നത്? ഇതാണ് നോക്കടാ, ഇല്ലുസ്ട്രേഷൻ. ടേക്ക് ദ ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ഇല്ലുസ്ട്രേഷൻ 1. ഇല്ലുസ്ട്രേഷൻ 1 ലെഡ്ജർ എന്താണ്, കോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ് ഈസ് ആസ് ഫോളോസ്. താഴെ പറയുന്ന ഇതാകും. അപ്പൊ നോക്കണ ഇവിടെ ആക്ച്വലി, അപ്പൊ ഞാൻ ആ ഇല്ലുസ്ട്രേഷൻ 1ന്റെ ഇതൊന്ന് ഇങ്ങോട്ട് എടുക്കാം. സോ അപ്പൊ ഞാൻ നോക്കടാ, ആ നമ്മുടെ ഇല്ലുസ്ട്രേഷൻ 1ന്റെ ആൻസർ ഉണ്ടല്ലോ, നമ്മൾ ജേണൽ എൻട്രീസ് എഴുതിയത്. ആ ജേണൽ എൻട്രീസ് ആണ് നമ്മളിവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തത് കട്ട് ചെയ്തിട്ട് ഇവിടെ. കാരണം നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. സോ നോക്കിക്കോ, ഫസ്റ്റ് ഒന്ന് എന്താ, ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ ജനുവരി 1 എന്താ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് 50,000 രൂപ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയാം, ഒരു ക്യാഷിന് വേണ്ടിയിട്ടും ക്യാപിറ്റൽ രണ്ട് അക്കൗണ്ട് ഉള്ളത്, രണ്ടിനും ഓരോ ലെഡ്ജേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും. ലെഡ്ജറിന്റെ ഫോർമാറ്റ് വരുന്നുണ്ടല്ലോ, എന്താണ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. മെയിനായിട്ടത് ഡേറ്റ്, പിന്നെ ഒരു ലെഡ്ജർ ജേണൽ ഫോളിയോ ഉണ്ടാവും. നോക്കണം, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പൊ ഇതേപോലുള്ള ഫോർമാറ്റ് എല്ലാത്തിൻ്റെതും ഹെഡിങ് മാത്രമാണ്. ഓക്കെ, ഫോർമാറ്റ് എല്ലാത്തിനും സെയിം. അപ്പൊ ഞാൻ നോക്കണം, ഇവരിവിടെ ഉണ്ടോ, അപ്പോൾ ക്യാഷ് ലെഡ്ജർ ഉണ്ടോ, ലെഡ്ജർ ക്യാഷ് ഉണ്ട്, അതേ ഫോർമാറ്റ് ഉണ്ട് ഇവിടെ. ജേണൽ ഫോളിയോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ക്യാപിറ്റലിന് ഇതേമാതിരി തുടങ്ങി, താഴെ ക്യാപിറ്റലിന് അവർ തുടങ്ങി. ഓക്കെ, ഇതാണ് ലെഡ്ജർ. ഇനി ക്യാഷ്, അപ്പോൾ അതിന് ഇത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ജേണലിലുള്ളത് ഇത് ലെഡ്ജറിലോട്ട് കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുവന്ന് നോക്കിക്കോ, ഇവിടെ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് ഡെബിറ്റ് ചെയ്ത് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അപ്പൊ നോക്കണം, ഇതല്ല ക്യാഷ് ഒക്കെ ഉണ്ട്. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞത്, ക്യാഷ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് ആയിരിക്കും ഉണ്ടാവുക കൂടുതൽ. അതായത് ക്യാഷ് വരുന്നൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് പോകുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കാരണം ക്യാഷ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. കാരണം ക്യാഷ് അസറ്റ് ഒക്കെ ഉണ്ടാവും.
ഉണ്ടോ? അപ്പം ജനുവരി 1 അപ്പൊ ഇവിടെ നോക്കാം നമ്മൾ. അപ്പൊ ആ എൻട്രിയുടെ പോസ്റ്റാണ് ജനുവരി 1 ഉണ്ടോ? ക്യാപിറ്റൽ അക്കൗണ്ട് 50 ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കണം ക്യാഷ് ആണ് ഡെബിറ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കണം നമ്മുടെ ക്യാപിറ്റൽ എഴുതി. കാരണം ഈ ക്യാഷ് എങ്ങനെയാണ് ഇവിടെ വന്നത്? ക്യാപിറ്റൽ ആയിട്ടാണ്. അതായത് ഇതിന്റെ ഈ ക്രെഡിറ്റ് സൈഡിലെ ഹെഡിങ് നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയി എന്നിട്ട് ഡെബിറ്റ്. മനസ്സിലായോ? ക്യാഷ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. പോകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ്. അപ്പൊ നമ്മുടെ ആയിരുന്നു. അപ്പൊ നമ്മളെ ഇതില് ഇപ്പൊ ഇതിന്റെ ക്യാഷ് ഞാൻ അവിടെ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ ഞാൻ ക്യാപിറ്റൽ എഴുതി. ഇനി ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഇത് ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലുണ്ട് ക്യാഷ് അക്കൗണ്ട് ജനുവരി 1 ക്യാഷ് അക്കൗണ്ട് 50,000 അവിടെ ക്രെഡിറ്റും ചെയ്യും. മനസ്സിലായോ? ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ക്രെഡിറ്റും ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഡെബിറ്റും. അപ്പൊ ഇതാണ് അതിന്റെ എഫക്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് പോസ്റ്റ്. ഇതിന് നമ്മൾ പറയാം പോസ്റ്റ്. ജേണലിൽ നിന്നും ലെഡ്ജറിലോട്ട് എൻട്രീസ് പോസ്റ്റ്. അടുത്തത് ബാങ്ക് അക്കൗണ്ട്സ് ക്യാഷ്. അപ്പൊ നോക്കാം അതായത് ജസ്റ്റ് ക്യാഷ് ഉള്ളത് ബാങ്ക് അക്കൗണ്ട് വെക്കും. അപ്പൊ ഇവിടെ ബാങ്കിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നോക്കണം ബാങ്കിന്റെ ഇപ്പൊ ലെഡ്ജർ ഉണ്ട്. ഇല്ല അപ്പൊ അടുത്തൊരു ലെഡ്ജർ തുറക്കണം. ബാങ്ക് തുറക്കും. ഓക്കെ. എന്നിട്ടല്ലോ ജനുവരി 2 ക്യാഷ് 25,000 ഉണ്ടോ? ആണോ? ഇവിടെ ബാങ്ക് ക്യാഷ് ആണ്. അപ്പൊ ഇവിടെ സപ്പോസ് നമ്മൾ ഇവിടെ ബാങ്കിന് പകരം ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ തന്നെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ബാങ്ക് അക്കൗണ്ട് നമുക്കറിയാം. ഇവിടെ ക്യാഷ് ആയിട്ടാണ് വന്നത് 25,000. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നോക്കാം രണ്ടാമത്തെ അക്കൗണ്ട് ഏതാ? ഇതില് ഒന്നാമത്തെ ബാങ്കിനെയാണ് അഫക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ അക്കൗണ്ട് അഫക്ട് ചെയ്യുന്നത് ഏതാ? ക്യാഷിനാണ്. ക്യാഷ് അത്രയും കുറഞ്ഞു. എത്ര? 25,000. അതുകൊണ്ടാണ് ക്യാഷ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ ജനുവരി 3 ക്യാഷ് അക്കൗണ്ട് 25,000 കുറഞ്ഞു. അപ്പൊ ഉണ്ടോ ഇവിടെ ശരിക്കും ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്ര പൈസ ഇങ്ങോട്ട് വന്നുള്ളത്. ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈസ ക്യാഷ് ആയിട്ട് പോയി എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിന്റെ എൻട്രീസും കഴിഞ്ഞു. ഓക്കെ. ഇനി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ് ചെയ്ത് ഫർണിച്ചർ എത്ര രൂപക്ക്? 5,000 രൂപക്ക് ഫർണിച്ചർ. അപ്പൊ അതിന്റെ എഫക്ട് എങ്ങനെ വരിക? ആദ്യം ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ആദ്യം ഓപ്പൺ ചെയ്യും. ഫർണിച്ചർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിനെ ഡെബിറ്റ് ചെയ്ത് ഡേറ്റ് ചെയ്ത് 2014 ജനുവരി 1 എത്ര? 5,000 രൂപ. ഓക്കെ. ബാക്കിയുള്ള നോക്കണ്ട. അത് മാത്രം വേസ്റ്റ് ചെയ്യും. ഇനി ക്യാഷ് കുറയണ്ടേ? അപ്പൊ ക്യാഷ് അക്കൗണ്ടിലും അതിന്റെ ഉണ്ടാവും. ജനുവരി 5 ഫർണിച്ചർ 5,000. മനസ്സിലാവുന്നുണ്ട്? ഡേറ്റിൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഏത് ട്രാൻസാക്ഷൻ ഡേറ്റിലാണ് നടന്നത് ആ ട്രാൻസാക്ഷൻ ഡേറ്റ് മാത്രമേ യൂസ് ചെയ്യാം. ഇനി അടുത്തത് പർച്ചേസ് ടു ബാങ്ക്. അപ്പൊ പർച്ചേസ് ബാങ്ക് അക്കൗണ്ട് നമ്മളടുത്ത് ആൾറെഡി ഉണ്ട്. നമ്മൾ ലെഡ്ജർ ഓപ്പൺ ചെയ്തു. പക്ഷെ പർച്ചേസിന് ഉണ്ടാവും. അപ്പൊ അടുത്ത പർച്ചേസ് ഓപ്പൺ. പർച്ചേസ് അക്കൗണ്ട് എത്ര? പർച്ചേസ് അക്കൗണ്ടിൽ നോക്കണം എത്ര രൂപയ്ക്ക് നമ്മൾ മേടിച്ചത്? 15,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തത്. അപ്പൊ നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ജനുവരി 8 ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 15,000 നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ എന്താ ഇവിടെ ഡെബിറ്റ് ആണ്. എന്താ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആയിരിക്കും. കാരണം പർച്ചേസ് എന്താ? എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് ഓൾവേസ് ഡെബിറ്റ്. ഓക്കെ. നെവർ എന്തുണ്ടാവില്ല? ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി 15,000. പിന്നെ അതിൽ ഏതിന്റെ എഫക്റ്റ് ഒന്നും വരും? ബാങ്കിൽ അത്രയും പൈസ കുറഞ്ഞില്ലടാ. ബാങ്ക് ഉണ്ടോ? ജനുവരി 8 പർച്ചേസ് 15,000 കുറഞ്ഞു. ഉണ്ടോ? ഇവിടെയും ബാങ്ക് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇതിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞു. ഇതിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് വരുന്ന പൈസയാണ്. ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് തന്നെ ബാങ്കിൽ പോകുന്ന പൈസ. അപ്പൊ ഇപ്പൊ ഈ ബാങ്കിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ബാങ്കുമായിട്ട് റിലേറ്റഡ് ഫുൾ കാര്യങ്ങൾ. ഓക്കെ. ഇനി അടുത്തത് ക്യാരേജ് അക്കൗണ്ട് ടു ക്യാഷ്. ക്യാരേജ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ക്യാരേജിന്റെ അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ക്യാരേജ് അക്കൗണ്ട് തുടങ്ങി. ക്യാരേജ് അക്കൗണ്ട് തുടങ്ങി. എത്രയാണ് ക്യാഷ്? 500 രൂപക്ക് ക്യാരേജ് അക്കൗണ്ട്. എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ജനുവരി 8 ക്യാഷ് 500 രൂപ. ക്യാഷിലും അത്രയും കുറയണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റല് ക്യാഷ് അക്കൗണ്ട് ഇവിടെ ഉണ്ട്. ക്യാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഴുതിക്കുന്നത് 500. അത്രയും ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ് നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യും. കാരണം ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഓക്കെ. ഒരെണ്ണെങ്കിലും ചെയ്യും. പർച്ചേസ് ടു കേരളത്തിൽ. പർച്ചേസിൽ നിന്നും ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ. ഇപ്പൊ പർച്ചേസ് ഇത്ര 35,000 പർച്ചേസ് ചെയ്ത്
ആരെയൊക്കെ മേടിച്ചേക്കാൻ പറ്റും, പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ നോക്കടാ, ഇവിടെ പർച്ചേസ് അക്കൗണ്ട് നമ്മുടെ അടുത്ത് ആൾറെഡി ഉണ്ട്. അപ്പൊ അതിൽ പോയിട്ട് പർച്ചേസ് ഡെബിറ്റ് ചെയ്യാം. അവിടെ എന്താ എഴുതുക? നമ്മുടെ ക്രെഡിറ്റ് സൈഡിലുള്ള കേന്ദ്രത്തിന്റെ പേര് എഴുതുക. പർച്ചേസ് അക്കൗണ്ടിൽ വന്നു. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഉള്ള ഒരു പർച്ചേസ് അക്കൗണ്ട് ഞാൻ ആൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. ഫർണിച്ചർ പർച്ചേസ് അക്കൗണ്ട് അല്ല, പർച്ചേസ് ചെയ്യലല്ല. 2014 ജനുവരി 14 കേമൂർത്തി 35,000. മനസ്സിലായോ? ഇനി ഇതിൽ ആരാ കേമൂർത്തി എന്ന് പറഞ്ഞ ലയബിലിറ്റി കൂടിയില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തത്. കണ്ടോ, അവിടെ 2014 പർച്ചേസ് ചെയ്യുന്നത് 35,000. ഓക്കെ. ഇനി ക്യാഷ് സെയിൽസ്, ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എത്ര? 32,000 രൂപയ്ക്ക്. അപ്പൊ ക്യാഷ് വന്നു, ക്യാഷ് അപ്പൊ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? ക്യാഷിന്റെ ലെഡ്ജറിൽ പോകും, ക്യാഷിലുണ്ടാവും സെയിൽസ്. ജനുവരി 18 സെയിൽസ് 32,000 രൂപ വന്നു. ഇനി ഇപ്പൊ സെയിൽസ് അക്കൗണ്ട് ഇല്ലല്ലോ, അപ്പൊ നമ്മൾ സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ സെയിൽസ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിന് സെയിൽസ് അക്കൗണ്ടിലുണ്ട്. സെയിൽസ് അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും, കാരണം സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് എത്ര? 32,000 രൂപ വന്നു. അപ്പൊ അത്രയും കഴിഞ്ഞിട്ട് ഇതുവരെയുള്ളത്. ഇനി അടുത്തത് ജനുവരി 20 അശോക് സെയിൽസ് ഗുഡ്സ് സോൾഡ് ടു അശോക് ക്രെഡിറ്റ് 28,000 രൂപയ്ക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഈ അശോക് എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്ററാണ്. അശോകിന് അക്കൗണ്ട് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അശോകിന് നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് തുടങ്ങി. ആദ്യം അശോകിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു അക്കൗണ്ട് തുടങ്ങി, അശോക് അക്കൗണ്ട്. എന്നിട്ട് ഇത് എന്ന് പറയുന്നത് ഡെപ്റ്റർ അക്കൗണ്ട്. അശോക് എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്ററാണ്, നമുക്ക് പൈസ തരാനുള്ള ആളാണ്. പൈസ തരാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അവിടെ സെയിൽസ്, മനസ്സിലായോ? ഇവിടെ ഉണ്ട്, ഇവിടെ സെയിൽസ് എഴുതുന്നത് എന്തിനാ വെച്ചാൽ മനസ്സിലായോ? ആ സെയിൽസ് എഴുതിയാലാണ് എന്ത് ചെയ്യുക? ഈ അശോക് സെയിൽ മേടിച്ചുകൊണ്ടാണ് 28,000 ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാന്നുള്ളത് ഇവിടെ എഴുതി. മനസ്സിലായോ? അപ്പൊ 28,000 ഡെബിറ്റ് ചെയ്തു. ഇനി സെയിൽസ് അക്കൗണ്ട് ഇനി എന്തായാലും എന്ത്? അശോക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. സെയിൽസ് അക്കൗണ്ട് എന്താണ് ക്രെഡിറ്റ് ചെയ്യാം? സെയിൽസ് 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 എന്താ? ജനുവരി 20 അശോക് എത്ര? 28,000 റുപ്യ സെയിൽ അക്കൗണ്ട്. സോ അശോക് എന്ന് പറയുന്ന ഇതെന്ത് വേണം? സോ ക്രെഡിറ്റ് ചെയ്യാം സെയിൽസ് അക്കൗണ്ട്. ഓക്കെ. നെക്സ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കെ മൂർത്തി. നമ്മുടെ ക്യാഷ് പെയ്ഡ് ടു കെ മൂർത്തി, അതിന് ഡിസ്കൗണ്ട് അലോഡ് ചെയ്യും. എത്ര? 800 രൂപ. ഓക്കെ. അപ്പൊ എന്താ കെ മൂർത്തി ഈ എൻട്രി എനിക്ക് മനസ്സിലായോ? കെ മൂർത്തി എന്ന് പറയുന്നത് നമ്മൾ എടുത്തായിരുന്നു. കെ മൂർത്തി നമ്മളേക്കൊന്ന് പർച്ചേസ് ചെയ്തത് അവിടെ എൻട്രി ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട് കെ മൂർത്തി. അപ്പൊ ആ കെ മൂർത്തി പൈസ ഇങ്ങോട്ട് തന്നു. അപ്പൊ അത്രയും ഡെപ്റ്റർ കുറഞ്ഞു, അതുകൊണ്ട് കെ മൂർത്തി നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ആയിട്ട് കുറച്ച് പൈസ തന്നു, 34,200 രൂപ. അതില് അപ്പൊ അത്രയും പൈസ കൂടി, നമ്മുടെ ക്യാഷ് ഡെപ്റ്റർ കുറഞ്ഞു. പിന്നെ അതിൽ ഡിസ്കൗണ്ട് അലോഡ് എത്ര? കേമൂർത്തിനെ നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു, ഡെപ്റ്റർ അല്ല, സോറി, അത്രയും ലയബിലിറ്റി. കേമൂർത്തി നമ്മുടെ ലയബിലിറ്റി ആയിരുന്നു, കാരണം പർച്ചേസ് ടു കേമൂർത്തിയാണ്. അതായത് പർച്ചേസ് ചെയ്ത നമ്മുടെ സപ്ലയർ ആണ് കേമൂർത്തി. കേമൂർത്തിക്ക് നമ്മൾ പൈസ കൊടുക്കണ്ട. അപ്പൊ ആ ലയബിലിറ്റി കുറഞ്ഞു, അതുകൊണ്ട് കേമൂർത്തിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് നമ്മൾ എത്രയാണ് കൊടുത്തത്? 34,200 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു. ഈ 800 രൂപ ഡിസ്കൗണ്ട് നമുക്ക് അലോ ചെയ്യുക. ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇൻകാണ്, നമുക്ക് ഇൻകായിട്ട് കിട്ടില്ല. അപ്പൊ നോക്കിക്കോ, ഇതിൽ കേമൂർത്തിയുടെ അക്കൗണ്ട് ആൾറെഡി ഉണ്ട് അല്ലേ? അപ്പൊ കേമൂർത്തിയുടെ അക്കൗണ്ട് നോക്കിക്കോ. ഈ കേമൂർത്തിയുടെ അക്കൗണ്ടിൽ നോക്കാൻ ഇത് ഇങ്ങനെ കാണിക്കണം. കേമൂർത്തി ഇപ്പൊ എന്ത് ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കേമൂർത്തിയിൽ ഇപ്പൊ എന്താ നമ്മൾ എൻട്രി ഇട്ടുണ്ടാവുക? കേമൂർത്തി നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതാണ് കേമൂർത്തിയുടെ അക്കൗണ്ട്. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മാത്രം നമ്മളിപ്പോ എൻട്രി ഇട്ടത്. ഇത് മാത്രമല്ല അതിൽ എൻട്രി ഇട്ടത് അല്ല. ഇനി അതില് അപ്പൊ അതിന്റെ ക്രെഡിറ്റ് സൈഡ് എത്ര ഉണ്ടോ? അതിനുണ്ടോ ക്യാഷ് മന്ത് 25 കാണിക്കുന്നുണ്ടോ? എങ്ങനെ കാണിക്കാന്ന് അറിയാം? ക്യാഷ് അന്ന് എന്തുണ്ടായത്? നമ്മൾ ആദ്യം ഇവിടെ കേമൂർത്തിയുടെ അക്കൗണ്ട് എത്ര ഡെബിറ്റ് ചെയ്യണം? 35,000. ക്യാഷ് ആയിട്ട് എത്ര വന്നു? 34,200 രൂപ. ഡിസ്കൗണ്ട് ആയിട്ട് എത്ര? 800. അപ്പൊ ഉണ്ടോ ഇവിടെ 35,000 രണ്ട് ടോട്ടൽ ചെയ്തു 35,000. അപ്പൊ ഉണ്ടോ ഈ ശരിക്കും ഇപ്പൊ മൂർത്തിയുടെ അക്കൗണ്ടാണ് ശരിക്കും ക്ലോസ് ചെയ്തു. ഉണ്ടോ? ഡെബിറ്റ് പൈസ കൊടുക്കാണ്ടായിരുന്ന എത്രയാണ്? 35,000. അതിൽ ഡിസ്കൗണ്ട് ക്യാഷ് വന്നിട്ട് അതാണ് ക്ലോസ് ആയി. ഈ മൂർത്തി ഈ മൂർത്തിനായിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്. ഇനി പക്ഷെ നമ്മൾ ഈ രണ്ട് അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്യാഷ് അത്രയും കുറയണം.
ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ക്യാഷ് അത്രയും കുറയണം. ഇനി ക്യാഷ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തില്ല, ഇവിടെ 34,200. അത് ഇവിടെ ക്യാഷിൽ കുറക്കും. കണ്ടോ ഇവിടെ ക്യാഷ് അല്ല, കെ മൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് 34,200 അവിടെ കുറഞ്ഞു. കാരണം ക്യാഷ് അത്രയും 34,200 കുറഞ്ഞുകൊണ്ട് അവിടെ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ നമ്മളിവിടെ വേറെ ഒന്നുകൂടി ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട്. അത് പുതിയൊരു അക്കൗണ്ട് നമ്മൾ തുറക്കാം, കാരണം അത് നമ്മൾ ഇൻകം അക്കൗണ്ടാണ്. അപ്പൊ നോക്കണം, റെന്റ് അക്കൗണ്ട് അല്ല, ഡിസ്കൗണ്ട് അലൗഡ്. അത് ഇവരെ എവിടെ ചെയ്ത്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ്, ഡിസ്കൗണ്ട് അലൗഡ്. സോ എനിക്ക് തോന്നുന്നത് അവർ വിട്ടു പോയതാന്ന് തോന്നുന്നു കേട്ടോ. സോ എന്തായാലും ഡിസ്കൗണ്ട് അക്കൗണ്ട് വേണം. നമുക്ക് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഡിസ്കൗണ്ട് അക്കൗണ്ട് അവരെടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ് തോന്നുന്നു കേട്ടോ. ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് എന്നാണ് അത് വന്നത്. ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണ്, കാരണം ഇവിടെ അലൗഡ് ആണ്, നമുക്ക് ഈ കിട്ടിയതാണ്ട് ഇൻകം അക്കൗണ്ടാണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് അവിടെ എന്താ ചെയ്ത, ഇവിടെ എഴുതുക, ഇവിടെ പെർട്ടിക്കുലേഴ്സ്, ഇവിടെ ഡേറ്റ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് എഴുതുക കെ മൂർത്തി. മൂർത്തിക്കാണ് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് മൂർത്തിയാണ് നമുക്ക് തന്നത് എത്ര, 800. ഇവിടെ എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഇത് ക്രെഡിറ്റ് സൈഡ്, ഇത് ഡെബിറ്റ് സൈഡ്. എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ്. ഓക്കെ. അപ്പൊ ഈ ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മുടെ ക്രെഡിറ്റ് ചെയ്തു വൈ 800 രൂപ നമുക്ക് നോക്കി ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഇത് ഇൻകം അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി നമ്മുടെ ക്യാഷ് അക്കൗണ്ട് അശോകിന്റെ ഇത് ക്യാഷ് കിട്ടി, എത്ര കിട്ടി, 20,000 കിട്ടി. അപ്പൊ ക്യാഷ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അല്ല, ക്യാഷ് ഡെബിറ്റ് ചെയ്ത് 20,000. അശോക് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പൊ അശോക് അക്കൗണ്ട് എന്താണ്, ക്രെഡിറ്റ് ചെയ്യണം. കാരണം അത്രയും പൈസ തരാനുള്ള ആളായിരുന്നു നമ്മുടെ അശോക് അത്രയും പൈസ നമുക്ക് തന്നു. സോ അപ്പൊ എന്ത് ചെയ്യണം, അശോകിനെ ഡെബിറ്റ് ചെയ്യണം. അശോക് അക്കൗണ്ട്, അശോക് ക്യാഷ് എത്ര, 20,000 തന്നു. പക്ഷെ 28,000 തരാനുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ ആദ്യം എൻട്രി ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കണ്ടാവും. ഇവിടെ ക്യാഷ് അതിൽ എത്ര തന്നു, 20,000. ഇനി റെന്റ് ടു ക്യാഷ് 2,000. റെന്റ് എത്ര കൊടുത്തു. അപ്പൊ റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് പുതിയൊരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. സോ റെന്റ് അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങും. സോ റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ, ക്യാഷ് ആയിട്ട് 2,000 കൊടുത്തു. അതാണ് അവിടെ 2,000 കൊടുത്ത്, അത് ക്യാഷിന് എഫക്ട് ചെയ്യും. അവിടെ ക്യാഷിലുണ്ട് റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,000 കൊടുത്തു. ഇനി ഡ്രോയിങ്സ് ടു ബാങ്ക്. ഡ്രോയിങ്സ് പറയുന്നത് എന്താ, ക്യാഷ് വിഡ്രോ ഫ്രം ദ ബാങ്ക് ഡൊമസ്റ്റിക് യൂസ്. ഡ്രോയിങ്സ് എന്താ, നമ്മുടെ ഓണർ ബിസിനസിന്റെ പൈസ അല്ലെങ്കിൽ ബിസിനസിന്റെ ക്യാഷ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഡ്രോയിങ്. അത് ഈ 2,000 ഉണ്ട്. അപ്പൊ എന്താ, ഡ്രോയിങ്സ് എന്നൊരു അക്കൗണ്ട് ഉണ്ടാകും ഇല്ല, ഡ്രോയിങ്സ് എന്ന ഒരു അക്കൗണ്ട് തുറക്കണം. തുറന്നിട്ട് എന്ത് ചെയ്തു, ടു ബാങ്കിന് എത്ര വലിച്ചു, 2,500. അപ്പൊ ബാങ്കിന് അത്രയും കുറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ബാങ്കിനെ എഫക്ട് ചെയ്യും. അവിടെ ഡ്രോയിങ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, ബാങ്ക് ഉണ്ടാവും ഡ്രോയിങ്സ്. ഇപ്പൊ നമ്മൾ നോക്കണം എല്ലാ എൻട്രീസ്, ഇതുവരെയുള്ള എല്ലാ എൻട്രീസും നമ്മൾ പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കും. ഇത് ബാലൻസ് ചെയ്യും. ഈ അക്കൗണ്ട് ഒക്കെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യും. അപ്പൊ നോക്കിക്കോ, അപ്പൊ നമ്മുടെ ആദ്യം ഞാൻ ഓരോന്നും ബാലൻസ് ചെയ്യും. അപ്പൊ ഞാൻ നോക്കടാ, ഇവിടെ ആദ്യം ക്യാഷ് ഓരോ ലെഡ്ജറും ബാലൻസ് ചെയ്യാൻ. അപ്പൊ ഞാൻ നോക്കിക്കോ, ഫസ്റ്റ് ഞാൻ ക്യാഷ് ലെഡ്ജർ എടുത്തു. ക്യാഷ് ലെഡ്ജറിൽ ഞാൻ ഇതിന്റെ ഡെബിറ്റ് സൈഡ് തന്നെ, ഡെബിറ്റ് സൈഡ് എല്ലാം കൂട്ടി. അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എത്ര കിട്ടി, 1,02,000 കിട്ടി. ഞാൻ ക്രെഡിറ്റ് സൈഡ് കിട്ടി. അപ്പൊ എന്താ, ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടിയപ്പോ അത്രയും വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ഈ ഡിഫറൻസ് ആണ്. അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് നോക്കടാ. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാ ഉള്ളത്, 2,500 പ്ലസ് 5,000, പിന്നെ ഒരു 500, പിന്നെ ഒരു 34,200, ഓക്കെ, പിന്നെ ഒരു 2,000. അതായത് വരുന്നത് 66,700 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ വരുന്നത്. അപ്പോ പക്ഷെ മറ്റോടത്ത് എത്ര ഉണ്ട്, 1,02,000 ഉണ്ട്. അപ്പൊ ഞാൻ ആ 1,02,000 ഇത് കുറച്ചത്, 1,02,000. അപ്പൊ എനിക്ക് കിട്ടിയത് 35,300. നോക്കിക്കോ, ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി. ഈ താഴെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതെ നമ്മൾ എഴുതിയിട്ടില്ല കേട്ടോ. ഇപ്പൊ നോക്കിക്കോ, ഞാന് ഇതാണ് ഇതിന്റെ ഡെബിറ്റ് സൈഡ് എത്ര, 1,02,000.
2000 മൈനസ് അത് ഞാൻ ഈ 66,700 മൈനസ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 35,300 കിട്ടി. ഓക്കെ, ഇതാണ് കണക്ക്. അപ്പൊ ഈ 35, അതായത് ഇതിന്റെ ഡെബിറ്റ് സൈഡ് കൂടുതലല്ലേ ക്രെഡിറ്റ് സൈഡ്, അതായത് ഇത്രയും പൈസ വന്നു. എത്ര? 1,02,000 വന്നിട്ടുണ്ട്. നമ്മുടെ പല പല ബിസിനസ് ട്രാൻസാക്ഷൻ വഴി ക്യാഷ് ആയിട്ട് നമുക്ക് 1,02,000 വന്നു. അതിൽ എത്ര റുപ്യ പോയി? 66,700 വന്നു. അപ്പൊ ബാലൻസ് എത്ര ഉണ്ട്? അതാണ് ബാലൻസ് സി ബാറിന്റെ ആണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് വായിച്ചത്. അപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ബാലൻസ് ഈ ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ ഈ ബാലൻസ് ചെയ്യുക. അത് എല്ലാ ദിവസവും ബാലൻസ് ചെയ്യുന്നില്ല. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ബാലൻസ്. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ജനുവരി 2014 എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ 2014 തീർത്തും വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മളിത് ബാലൻസ് എന്നിട്ട് നമ്മൾ നോക്കും. അപ്പൊ അന്ന് ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ചെയ്തപ്പോ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെബിറ്റ് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് മൈനസ് ചെയ്യുക. കാരണം ഇത് അസറ്റ് അക്കൗണ്ടാണ്. അസറ്റിൽ എപ്പോഴും ഡെബിറ്റ് ആയിരുന്നു വരുന്നത്. അസറ്റ് കൂടിയ ഡെബിറ്റ് ഉണ്ട്, പിന്നെ മൈനസ് ക്യാഷ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഡെബിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ അതിന് ക്രെഡിറ്റ് വേണം. എത്ര മൈനസ് ചെയ്താൽ കിട്ടിയ? 35,000. കണ്ടോ, ഈ 35,300 എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് എന്ത്? നമ്മുടെ ബാലൻസ്. എന്നിട്ട് ഉണ്ടോ ഈ അക്കൗണ്ട് രണ്ടും ടാലി ആക്കിയിട്ട് 1,02,000 തന്നെ എഴുതുക. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അപ്പൊ ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ എത്രയാണോ ഇവിടെ കുറവുള്ളത് ഇവിടെ കൂട്ടി കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1,02,000, ഇവിടെ 1,02,000. എന്നിട്ട് നമ്മളാണ് ഫെബ്രുവരി 1. അപ്പൊ ഉണ്ടോ ശരിക്കും ജനുവരി ഇവിടെ വരെ ശരിക്കും മാസം വെച്ചിട്ട് വരെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു കൊല്ലം കഴിയുമ്പോഴാണ്. എന്നിട്ട് ജനുവരി 1 അടുത്തൊരു കൊല്ലത്തേക്ക് ഇത് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം. അവിടെ ബ്രോഡ് ഡൗൺ, അത് കഴിഞ്ഞ വർഷത്തില് ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്ര ഉണ്ടാവും ഡെബിറ്റ് ബാലൻസ്? 35,300. അപ്പൊ അതായത് അർത്ഥം എന്താ? ഫെബ്രുവരി 1 തുടക്കുമ്പോൾ നമുക്ക് ക്യാഷ് എത്ര? 35,000. പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതും, ക്യാരി ഡൗൺ ചെയ്യും, അടുത്ത വർഷത്തിലോട്ട് ഡ്രോ ഡൗൺ ചെയ്യും, ക്യാരി ഡൗൺ ചെയ്യും. ഇത് ഇങ്ങനെ പ്രോസസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. ഇതേപോലെ തന്നെ അല്ല ഈ ക്യാപിറ്റലൊക്കെ. ക്യാപിറ്റൽ ഉണ്ടോ ജസ്റ്റ് ബാലൻസ് ചെയ്തു, ഇങ്ങനെ മാത്രമേ എൻട്രി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടുത്തെ എത്ര? 50,000. ഈ സൈഡിൽ വല്ലതും ഉണ്ടോ? ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിട്ട് ജസ്റ്റ് 31 ജനുവരിക്ക് ഒരു എൻട്രി കൊടുക്കും. അത് എത്ര? 50,000. എന്നിട്ട് ബാലൻസ് ഡ്രോ ഡൗൺ വന്നിട്ട് 50,000 മുന്നിൽ ഇപ്പുറത്ത് കാണിക്കും. അത് അടുത്ത വർഷം. അങ്ങനെ എല്ലാ അക്കൗണ്ട്സും ബാലൻസ് ചെയ്യാം. ജനുവരി 1 ബാലൻസ് ചെയ്തു. ബാങ്ക് ഉണ്ടോ? ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 7,500 ഉണ്ട്. അതായത് ക്യാഷ് 25,000 വന്നു, അതിൽ 15,000 22,500 നമ്മൾ ചെലവഴിച്ചു, ബാക്കി 7,500 ഉണ്ട്. ആ 7,500 രണ്ടും ആഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് കാണിച്ചു, ബാലൻസ് പോകാം. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എന്തായാലും എഴുതണം, എന്തായാലും. ഓക്കെ, അതുപോലെ എല്ലാതും നമ്മൾ ബാലൻസ് ചെയ്യും, ഒക്കെ ബാലൻസ് ചെയ്യും ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മളുടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതൊരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്പെൻസ് ആണ്. സോ ആ എക്സ്പെൻസ് ആയതുകൊണ്ട് ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് എഴുതേണ്ടത്. അതായത് എക്സ്പെൻസ് ഓർ ഇൻകം. എക്സ്പെൻസ് ഓർ ഇൻകം ആണെങ്കിൽ അതിന് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല എഴുതേണ്ടത്, അവിടെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതേണ്ടത്. അപ്പൊ പർച്ചേസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ഇവിടെ 50,000 കാണിച്ചു. മനസ്സിലായോ? കാരണം ഇത് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ക്യാരി ഡൗണിന് പകരം ജസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതിയത്. മനസ്സിലായോ? ബാലൻസ് ക്യാരി ഡൗൺ. അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ആവില്ല. ഇവിടെ 50,000 വന്നു. പർച്ചേസ് അക്കൗണ്ട് നോക്കിയേ, ഇവിടെ 50,000 വന്നു. പക്ഷേ ഇവിടെ ഈ സൈഡില് ക്രെഡിറ്റ് സൈഡിൽ എന്ത് വന്നിട്ടില്ല? 50,000 വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇല്ലല്ലോ ആക്ച്വലി. ഹൈലൈറ്റ് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തല്ലേ, ഇവിടെ ഹൈലൈറ്റ് ഇല്ല. അപ്പൊ ഇവിടെ 50,000 വന്നു. അത് എങ്ങനെ ഇവിടെ എഴുതിയപ്പോ? ട്രേഡിംഗ് അക്കൗണ്ട് എഴുതി. ട്രേഡിംഗ് അക്കൗണ്ട് എഴുതാൻ കാരണം പർച്ചേസ് നോക്കിക്കോ. ഇപ്പൊ കാരിയേജ് ഇവിടെയും നോക്കാം, ട്രേഡിംഗ് അക്കൗണ്ട് എഴുതി. കാരണം കാരിയേജ് നമ്മൾ എക്സ്പെൻസ് ചെലവാണ്. ഇവിടെ ക്യാഷിൽ 500 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് 500 എഴുതി ടാലി. എപ്പോഴും ഉണ്ട് ഇതിങ്ങനെ ടാലി ആയിരിക്കും. രണ്ടോടത്തുള്ള ഡെബിറ്റിന്റെ ക്രെഡിറ്റ് എപ്പോഴും ടാലി ആയിരിക്കും. ഓക്കെ, അത് ബാലൻസ് ചെയ്തിട്ടാണെങ്കിൽ നല്ലത്, ഇങ്ങനെയാണെങ്കിൽ ടാലി. ഇനി നോക്കണം, മൂർത്തി അക്കൗണ്ട് ആണ് ഫുള്ള് ക്ലോസ് ആയി, അത് ഡെബിറ്റ് ഇല്ല, അത് ബാലൻസ് ഒന്നുമില്ല, കാരണം അയാളെ ഫുള്ള് പൈസ ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കണം സെയിൽസ്. അല്ല, സെയിൽസിൽ നോക്കണം ഈ സൈഡ് മാത്രമേ ഉള്ളൂ, ഈ ഹൈലൈറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. അത് സെയിൽസ് പറഞ്ഞാൽ ഇൻകം അക്കൗണ്ട് അല്ല. അപ്പൊ അതിന് എന്തിലോട്ട് കൊണ്ടുപോകണം? ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ അവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി 60,000 എഴുതി ടാലി. ഓക്കെ, ടാലി അല്ലെങ്കിൽ ടാലി. പിന്നെ അശോക് അക്കൗണ്ട് ഉണ്ടോ? 28,000 അശോക് തരാണ്ടായിരുന്നു, 20,000 ക്യാഷ് ആയിട്ട് തന്നു. ബാലൻസ് 8,000 അല്ലേ, അത് ബാലൻസ് ക്യാരി ഡൗൺ. കാരണം അശോക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെപ്റ്റർ, അസറ്റ് അക്കൗണ്ട്. എന്ത് മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ട് എഴുതേണ്ടത്? ബാലൻസ് പകരം ട്രേഡിംഗ് ഏതൊക്കെ? ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസ്. ഓക്കെ, അതെ.
പിന്നെ റെന്റ് അക്കൗണ്ട് ഉണ്ടോ, റെന്റ് എന്ന് പറഞ്ഞാൽ ചെലവാണ്. സോ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിനെ പറ്റി കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താ ഡ്രോയിങ്സും ക്യാരി ഡൗൺ ആണ് ചെയ്യുന്നത്. സോ ബാലൻസിന്റെ കുറച്ചുകൂടി ഇത് വരണം. അപ്പോൾ അതെങ്ങനെ പോസ്റ്റ് ചെയ്യാന്നുള്ളത് മെയിൻലി നിങ്ങൾ ഈ ഒരു പ്രാവശ്യം പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുണ്ട്. അതായത് ഇതിന്റെ ബാലൻസിന് ലെക്ചർ കഴിഞ്ഞിട്ടില്ല, ലെക്ചർ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ എന്തായാലും ഇപ്പൊ ഈ ഒരു സെക്ഷനിലേക്ക് ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുക, അതെങ്ങനെ എഴുതിയവരൊക്കെ പോസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. ജനറൽ എൻട്രീസ് ഒന്നുകൂടെ തറവായിട്ട് മനസ്സിലാക്കാം, എങ്ങനെയാണ് എൻട്രീസ് കാര്യങ്ങൾ എന്നുള്ളത്. ഇതിന്റെ ബാലൻസിനെ പറ്റി ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, കാരണം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയാൽ ഇത് എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ കമ്മിങ് സെക്ഷൻസിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിവേ നമുക്ക് ഇന്നത്തെ ഒരു